Dear students, extrapyramidal symptoms of neuroleptics may last for options 4 hours, 4 days, 4 weeks, 4 months. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് പ്രധാനമായിട്ടും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂമോണിക്സ്, അത് ഡേറ്റ് എന്ന് ആലോചിക്കുക. ഡേറ്റ് ഡിസ്റ്റോണിയ, അതേപോലെ തന്നെ അക്കത്തീസിയ, ടി മീൻസ് ടാർഡീവ് ഡിസ്കൈനേഷ്യ, ഇ മീൻസ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. ഇനി ഒരു 4ന്റെ റൂള് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഡിസ്റ്റോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 hours തൊട്ട് 4 days വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അക്കത്തീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 days തൊട്ട് 40 days വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ദെൻ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 days തൊട്ട് 4 weeks വരെ ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 months ആൻഡ് മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ക്രോണിക് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ന് പറയുമ്പോൾ ന്യൂറോലെപ്റ്റിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം എന്താണ്? അപ്പോൾ അവിടെ ആൻസറായിട്ട് നമുക്ക് ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി കുറേയധികം ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഇപ്പോഴത്തെ നിലവിൽ അതൊരു സ്റ്റുഡൻറ് ഗ്രൂപ്പായിരുന്നു. അവർക്കൊരു ജോലിയുടെ ഒരു ജോലി കിട്ടണം എന്നുള്ള അതല്ലാതെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ കേട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് റൂം അല്ലെങ്കിൽ മുറി അടച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ റൂം എന്ന് പറയുന്നത് പുറത്തു നിന്ന് ആരെങ്കിലും അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നിമിഷങ്ങൾ എണ്ണി കഴിയേണ്ടി വരും. നമുക്ക് ഒരു നിമിഷം പോലും അതിനകത്ത് ഇരിക്കാൻ തോന്നില്ല. പല രീതിയിലും മനസ്സ് ചിന്തിച്ചു കൂട്ടി നമ്മളെ പാനിക്കാക്കും. ഇതേ സാഹചര്യമാണ്. നിങ്ങളെപ്പോൾ ആൾക്കാരെ ഒരു പരിധിവരെ ഡിപ്പെൻഡ് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ ഒരാളുടെ കൺട്രോളിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇതേ ഒരു അവസ്ഥ വരും. നിമിഷങ്ങൾ എണ്ണി എണ്ണി ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, PSC പോലുള്ള പരീക്ഷകൾ എഴുതാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഒരു 36 വയസ്സ് അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് 3-4 കൊല്ലം കൂടി കിട്ടും, അല്ലേ? അപ്പോൾ ആ പീരീഡിനുള്ളിൽ നിങ്ങൾ രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.